ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് പുഡിംഗ് ആണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത്ര ടേസ്റ്റ് ആട്ടോ. ചോക്ലേറ്റ് ലവേഴ്സ് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും കൂടി വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു പാനിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർക്കാം. ഞാൻ കുറച്ച് ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാര ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു ഡയറി മിൽക്കിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഡയറി മിൽക്ക് തന്നെ വേണമെന്നില്ല, ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം കട്ടയില്ലാതെ ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നന്നായി തന്നെ ഇളക്കണം, കട്ട പിടിക്കരുത്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാട്ടോ കൊക്കോ പൗഡറിൻ്റെയൊക്കെ ഇപ്പോൾ വരുന്നത്. ഇപ്പം തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് അടിപൊളിയൊരു മണമാണ്. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് മാറ്റാം. ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ചെറിയ 3 ബൗളിലേക്കാണ്. എനിക്കിഷ്ടമുള്ള ബൗളിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബൗളിലേക്ക്. ഇതൊരു അരമണിക്കൂർ പുറത്ത് വെച്ചാൽ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വരും. പക്ഷേ ഈ പുഡിങ്ങിന് ടേസ്റ്റ് ഒന്ന് തണുപ്പിച്ച് കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. നല്ല തണുത്ത പുഡിങ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡറും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ജെല്ലി ആയിട്ടാട്ടോ ഈ പുഡിങ് ഇരിക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അയക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.